വീടിനെ സ്നേഹിക്കുന്ന, നല്ല വീടുകൾ കാണാനും പഠനവിധേയമാക്കാനും ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീടിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്ത് ആളൂർ എന്ന സ്ഥലത്ത് ജോജോ ആൻ്റണിയും സുപ്രിയയും അമ്മ ത്രേസ്യയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ച പഴയടത്ത് പറമ്പ് വീട്. ഈ വീടിൻ്റെ പ്ലാൻ വരച്ചിരിക്കുന്നത് എഞ്ചിനീയർ ഡേവിസ് പുളിക്കനാണ്. ചാലക്കുടി വുഡ്നസ്റ്റ് ഇൻറ്റീരിയേഴ്സിലെ വിജോ ലോറൻസും ജിതിൻ മോഹനുമാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീട് കാണാം ഇന്ന്. മിശ്ര ശൈലിയിലുള്ള ഒരു വീടാണിത്. ഗ്രേയുടെയും വൈറ്റിൻ്റെയും കളർ കോമ്പിനേഷനിലാണ് ഈ വീട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ സ്ലോപ്പ് റൂഫ് ഉണ്ട് കുറച്ച് ഭാഗത്ത്. എന്നാൽ കുറച്ച് ഭാഗത്ത് കർവായിട്ടും ഫ്ലാറ്റായിട്ടുമുള്ള റൂഫും നമുക്ക് കാണാം. ഇവിടെ റൂഫിൽ പലയിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ഷിംഗിൾസ് ആണ്. മുകളിൽ പാരപ്പറ്റിൻ്റെ ഏരിയയിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ സൺഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമിൽ ഗ്ലാസ് ആണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ അമ്മയ്ക്കൊരു സ്നേഹോപഹാരം എന്ന രീതിയിലാണ് മകൻ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ആരോഗ്യവും ആവശ്യങ്ങളുമൊക്കെ കണ്ടറിഞ്ഞാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുമുള്ളത്. വീട്ടിലേക്ക് കയറുന്നതിനായി സ്റ്റെപ്സ് കൂടാതെ ഒരു റാമ്പ് അവിടെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്യും. 30 സെന്റ് സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റ് മുതൽ ഇങ്ങോട്ട് പേയ്മെന്റ് ടൈൽസ് വിരിച്ചിരിക്കുകയാണ്. ഈ പുരയിടത്തിലുണ്ടായിരുന്ന ഒരു ജാതിമരം അതേപടി ഇവിടെ നിലനിർത്തിയിട്ടുമുണ്ട്. സിറ്റ് ഔട്ട് എന്ന ഒരാശയത്തിന് പകരമായിട്ട് 3 ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു വരാന്തയാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ വിശാലമായ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വരാന്തയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫ്ലോറിങ്ങിനായിട്ട് കൊടുത്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈൽസ് ആണ്. നടുക്ക് ഗ്ലോസി ടൈപ്പും എന്നാൽ ബോർഡറിലും അതുപോലെ സ്റ്റെപ്സിനും റസ്റ്റിക് ആയിട്ടുള്ള ടൈൽസുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് ഷൂ റാക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെയായാണ് കാർ പോർച്ച് വരുന്നത്. കാർ പോർച്ചിൽ നിന്നും ഇവിടെ വരാന്തയിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. നോർമൽ മെയിൻ ഡോറിനേക്കാളും ഒക്കെ കൂടുതൽ വലിപ്പത്തിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡും ഗ്ലാസുമാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വീടിനകത്തേക്ക് പോകാം. പ്രധാന വാതിൽ കടന്നെത്തുന്നത് ഫോമൽ ലിവിംഗ് സ്പേസിലേക്കാണ്. മെയിൻ ഡോറിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ മിറർ ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് റൂമിന് കൂടുതൽ വോളിയം തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഓപ്പൺ കൺസെപ്റ്റിലാണ് ലിവിംഗ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ വീടിൻ്റെ മറ്റു പല ഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു സെപ്പറേഷന് വേണ്ടി ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്ത് എക്സ്റ്റീരിയറിൽ കണ്ടതുപോലെയുള്ള ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഫോമൽ ലിവിംഗ് ആയതുകൊണ്ട് തന്നെ സിംഗിൾ യൂണിറ്റ്സ് ആയിട്ടാണ് സോഫയൊക്കെ ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് ഗ്രേ കളറിലുള്ള ജൂട്ട് മെറ്റീരിയലാണ് അപ്പോൾസ്ട്രിക്കായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഫോമൽ ലിവിങ്ങിൽ നിന്നും നേരെ കയറി വരുമ്പോൾ ഇവിടെയായിട്ടൊരു പ്രെയർ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഭാഗത്തായിട്ടും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു പ്രെയർ സ്പേസ് ചെയ്തിരിക്കുന്നത്. താഴെ സ്റ്റോറേജ് ഏരിയ ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സ്റ്റീരിയറിൽ എന്നതുപോലെ ഇൻറ്റീരിയറിലും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റീരിയർ യൂസ് ചെയ്യുന്ന സെയിം ഒരു ക്യാബ് ഡിസൈൻ തന്നെയാണ് ഇൻറ്റീരിയറിലും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. മാക്സിമം ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇൻറ്റീരിയറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണിത്. സാധാരണയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആദ്യമായി വരുന്നത് ഡ്രസ്സിംഗ് സ്പേസ് ആണ്. ഇവിടെ നിന്നുമാണ് റൂമിലേക്ക് കടക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഇവിടെ കോട്ടും ഹെഡ് ബോർഡും സൈഡ് ടേബിളും ഒക്കെ ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നാൽ സിമ്പിൾ ആയിട്ട് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. പ്രെയർ സ്പേസിനോട് ചേർന്നാണ് ഡൈനിങ് വരുന്നത്. ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഉള്ളത്. ചെയർസും അതുപോലെ ടേബിളും ഒക്കെ MDFിലാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഗ്ലാസ് ടോപ്പും നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇതും ചെയ്തിട്ടുള്ളത്. ഡൈനിങ്ങിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അപ്പോൾ കിച്ചണിലേക്കുള്ള ഒരു ചെറിയ ഓപ്പണിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. കൂടാതെ ഇതിന് മുകളിലായിട്ട് വളരെ ഭംഗിയായിട്ടുള്ള രീതിയിൽ ഒരു ക്രോക്കറി ഷെൽഫും അറേഞ്ച് ചെയ്തിരിക്കുന്നു. കോമൺ സ്പേസിന് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ വരുന്ന ഈ ഒരു പ്രോജക്റ്റിൽ 60% ഏരിയയും കോമൺ സ്പേസിനാണ് നമ്മൾ നൽകിയിരിക്കുന്നത്. ഈ വീട്ടുകാരുടെ സ്വന്തം ലിവിംഗ് സ്പേസ് അതാണിത്. നമ്മൾ നേരത്തെ ഫോമൽ ലിവിങ്ങിൽ നിന്ന് കണ്ട ഒരു പാർട്ടീഷൻ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അത് ഈ ഫാമിലി ലിവിംഗ് സ്പേസിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫാമിലി ലിവിംഗ് സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സീറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ്. നേരത്തെ കണ്ട ജൂട്ട് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ള അപ്പോൾസ്റ്ററിയാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്.
സീറ്റിങ്ങിന് അഭിമുഖമായിട്ടാണ് TV യൂണിറ്റ് സജ്ജീകരിച്ചിരിക്കുന്നത്. വീടിന്റെ വശങ്ങളിലേക്ക് നീണ്ടു നിൽക്കുന്ന വരാന്ത നമ്മൾ കണ്ടല്ലോ. അവിടേക്കുള്ള ഒരു എൻട്രിയാണ് ഈ ഡോറ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു കിച്ചൺ. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലായതുകൊണ്ട് ബെഡ്റൂമുകളിലേക്കാളും കൂടുതൽ വലിപ്പം ഈ കിച്ചണ് കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറയണം. ഈ കിച്ചണ് 2 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇതൊരു വർക്കിംഗ് കിച്ചൺ ആയിട്ടും എന്നാൽ ഈ ഭാഗം ഒരു പാൻട്രി സ്പേസ് ആയിട്ടുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ഷൻ, അവൻ, അതുപോലെ ഫ്രിഡ്ജ് ഇവയെല്ലാം ഈ ഭാഗത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ കബോർഡ്സിനായിട്ട് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റഡ് MDF ആണ്. അതിന് മുകളിൽ PU ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന്റെ പ്രധാന ഭാഗം വരുന്നത് ഇവിടെയാണ് ഹുഡും ഹോബും ഒക്കെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിട്ടുള്ളത്. ഡാഡോ ലെവലിൽ ടൈൽസും കൊടുത്തിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്ലയൻറ്റിൻ്റെ ആവശ്യപ്രകാരം വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചനാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കിച്ചണിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് വളരെ ഡ്യൂറബിളും വാഷബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി PU ഫിനിഷ്ഡ് കിച്ചണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. വീടിന്റെ മറ്റ് കോമൺ സ്പേസസ് ഒക്കെ പോലെ തന്നെ വളരെ വിശാലമായ ഒരു സ്പേസ് ആണ് ഇവിടവും. സ്റ്റെയറിന് താഴ്ഭാഗത്തായിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസസും ക്രമീകരിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം, അതായത് മാസ്റ്റർ ബെഡ്റൂം ആണ് ഇത്. ടോട്ടൽ ഇന്റീരിയർ കളർ തീമായ ഗ്രേയും വൈറ്റുമാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടൊരു സ്റ്റഡി ടേബിളും സ്റ്റോറേജ് സ്പേസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ എക്സ്റ്റീരിയറിലും ഇന്റീരിയറിൽ പലയിടങ്ങളിലും കണ്ട ഒരു കർവ് പാറ്റേൺ തന്നെയാണ്. അതിവിടെ കോട്ടിന്റെ ഹെഡ് ബോർഡിലും ഫോൾ സീലിംഗിലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഡ്രസ്സിംഗ് സ്പേസ് വരുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമും പൊസിഷൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഞാൻ പറഞ്ഞല്ലോ ഈ വീട് അമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിച്ചതാണെന്ന്. അതുകൊണ്ട് തന്നെ ഫ്ലോറിൽ തടസ്സങ്ങളൊന്നും കൂടാതെ മൂവ് ചെയ്യാനായിട്ട് ഒരേ ലെവലിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പടികളോ അല്ലെങ്കിൽ ലെവൽ വ്യത്യാസമോ ഒന്നും തന്നെ കൂടാതെ.
റീഡിംഗ് പർപ്പസ് മുൻനിർത്തിക്കൊണ്ട് തന്നെ ലൈറ്റിങ്ങിൽ വാം എഫക്റ്റാണ് മൊത്തം കൊണ്ടുവന്നിരിക്കുന്നത്. കോമൺ സ്പേസിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ആവശ്യമായിട്ടുള്ള പ്രൈവസി കൊണ്ടുവരുന്നതിന് ഗ്ലാസ് സെമി പാർട്ടീഷൻസ് വളരെയധികം ഉപയോഗിച്ചിട്ടുണ്ട്. സ്റ്റെയർകേസ് കടന്നെത്തുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് ധാരാളം ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു വലിയ ബുക്ക് ഷെൽഫാണ്. കൂടാതെ ഇരുവശങ്ങളിലും സീറ്റിംഗ് അറേഞ്ച്മെന്റ്സും കൊടുത്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നത്. അതിനോട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ലാമ്പ് ഫിക്സറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുവശങ്ങളിലായിട്ട് 2 ബെഡ്റൂം ഉണ്ട്, നമുക്ക് കാണാം. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെയാണ് ഡ്രസ്സിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഫുൾ ഹൈറ്റിലാണ് വാർഡ്രോബ്സ് ചെയ്തിട്ടുള്ളത്. ലാമിനേറ്റഡ് MDF ആണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതലും വൈറ്റ് കളറിലാണ് വാർഡ്രോബ്സ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നടുക്ക് ഭാഗത്തായിട്ടൊരു ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്രേ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഡോറിന് നേരെ എതിർവശത്തായിട്ട് മിററാണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ വോളിയം തോന്നിക്കാനാണ് ഇങ്ങനെ മിറർ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂമാണിത്. നമ്മൾ എക്സ്റ്റീരിയറിൽ കണ്ട സ്ലോ പ്രൂഫ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഇവിടെ മുഴുവനായിട്ടും ഫോൾ സീലിംഗ് കൊടുത്തിട്ടില്ല, ഡ്രോപ്പ് ഫോൾ സീലിംഗ് മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. കൂടാതെ 3 ഭാഗങ്ങളിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. നടുക്കായിട്ട് കോർണർ വിൻഡോയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാരാളം ക്രോസ് വെന്റിലേഷൻ ഉറപ്പുവരുത്തിയിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയായിട്ടാണ്. കോമൺ സ്പേസിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ താരതമ്യേന ചെറിയ ബെഡ്റൂമുകളാണ് ഈ ഒരു വീട്ടിൽ വന്നിരിക്കുന്നത്. എങ്കിൽ കൂടി റിക്വയർമെൻറ്റുകളുടെ കൃത്യമായിട്ടുള്ള ക്രമീകരണത്തിന് വേണ്ടി വാർഡ്രോബ്സ്, മാക്സിമം സ്റ്റോറേജ് സ്പേസ് മറ്റൊരു ഡ്രസ്സിംഗ് റൂമിലേക്ക് മാറ്റിക്കൊണ്ട് മാക്സിമം സ്റ്റോറേജ് ഡ്രസ്സിംഗ് റൂമിലാണ് നമ്മൾ ഇവിടെ നൽകിയിരിക്കുന്നത്. മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെയാണ് ഈ റൂമും ചെയ്തിരിക്കുന്നത്. പുറത്തുനിന്ന് കാണുന്ന സ്ലോ പ്രൂഫ് വരുന്നത് ഈ ഭാഗത്തുമാണ്. കൂടാതെ ക്രോസ് വെന്റിലേഷൻ ധാരാളം കിട്ടുന്ന രീതിയിലാണ് വിൻഡോസിൻ്റെ അറേഞ്ച്മെൻറ്റ്. നടുക്കായിട്ട് ഒരു കോർണർ വിൻഡോയും കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട ബെഡ്റൂമിൽ നമ്മൾ കയറുമ്പോൾ തന്നെയായിരുന്നു ഡ്രസ്സിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരുന്നത്. എന്നാൽ ഇവിടെ ഈ റൂമിൻ്റെ സൈഡിലായിട്ടാണ് ഡ്രസ്സിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടെയും വാർഡ്രോബും അതുപോലെ ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കുള്ള എൻട്രി. ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ മിശ്ര ശൈലിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വീട്ടിലെ പ്രൈവറ്റ് സ്പേസിനേക്കാൾ അധികമായി പബ്ലിക്, സെമി പബ്ലിക് സ്പേസിന് പ്രാധാന്യം നൽകിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്റീരിയർ ഡിസൈനിലെ കൺസെപ്റ്റും കണ്ടിന്യൂറ്റിയും വീട്ടിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. വീടിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ വീട്, മനോരമ ന്യൂസ്, MMTV ലിമിറ്റഡ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ വിലാസം
veed@mmtv.in. വീടിൻ്റെ ഈ അധ്യായവും മുൻപുള്ള അധ്യായങ്ങളും നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണാവുന്നതാണ്. യൂട്യൂബ് അഡ്രസ് youtube.com/Manorama News. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം. ടിൽ ദെൻ ബൈ. ടേക്ക് കെയർ.